ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ സങ്കടഹര ചതുർത്ഥിയാണ്. ഫെബ്രുവരി മാസത്തിലെ സങ്കടഹര ചതുർത്ഥി. നാളത്തെ ദിവസം നമ്മൾ നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങളുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ചതുർത്ഥി തിഥിയുടെ ആരംഭം എന്ന് പറയുന്നത് ഫെബ്രുവരി 5 വ്യാഴാഴ്ച പുലർച്ചെ 12:06 അവസാനിക്കുന്നത് ഫെബ്രുവരി 6 വെള്ളിയാഴ്ച 12:22 അതികാലെ. അതുകൊണ്ട് തന്നെ മുഴുനീള ചതുർത്ഥി വരുന്നതും ചതുർത്ഥി വ്രതം എടുക്കുന്നതുമൊക്കെ നമ്മൾ നാളെ വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ചയോടുകൂടി വന്നിരിക്കുന്ന സങ്കടഹര ചതുർത്ഥി വളരെയധികം ഉത്തമവുമാണ്. വ്രതം എടുക്കുന്നവരൊക്കെ സൂര്യ ഉദയം മുതൽ സൂര്യ അസ്തമയം വരെയാണ് വ്രതം എടുക്കേണ്ടത്. സൂര്യ അസ്തമയത്തിന് ശേഷം ചന്ദ്രൻ ആകാശത്ത് വരുമ്പോൾ ചന്ദ്രഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് അർഘ്യം കൊടുക്കാൻ സാധിക്കുന്നവർ ചന്ദ്രന് അർഘ്യം കൊടുത്ത് ധൂപദീപ ആരതിയൊക്കെ കാണിച്ച് പ്രാർത്ഥിച്ചാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത്. വ്രതമെടുക്കേണ്ടുന്ന രീതിയെക്കുറിച്ചൊക്കെ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാനതെടുത്ത് പറയുന്നില്ല. അപ്പോൾ നമ്മൾ നാളെ ചെയ്യേണ്ടുന്ന കാര്യം ഞാനിപ്പോഴും പറയുന്നത് പോലെ സങ്കടഹര ചതുർത്ഥിയുടെ പൂജ നമ്മളെപ്പോഴും ചെയ്യുന്നത് സന്ധ്യയ്ക്ക് ശേഷമാണ്. അതായത് 6:30 ശേഷമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ചെയ്യാൻ സാധിക്കാത്തവർക്ക് രാവിലെയുള്ള സമയത്ത് ചെയ്യാം. സാധിക്കാത്തവർക്ക് മാത്രം നമ്മൾ ചെയ്യേണ്ടത് വീട്ടിലുള്ള ഗണേശ ഭഗവാന്റെ ഫോട്ടോ വിഗ്രഹം എന്താണോ കയ്യിലുള്ളത് അത് തുടച്ച് ഭഗവാന് മഞ്ഞൾ കൊണ്ടൊരു പൊട്ട് തൊടണം. കാരണം നാളെ വ്യാഴാഴ്ച സങ്കടഹര ചതുർത്ഥി വന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ മഞ്ഞൾ പൊട്ട് തൊടുന്നത്. മഞ്ഞൾ കൊണ്ടൊരു പൊട്ട് തൊട്ട് അതിന് പുറത്തായിട്ട് നമ്മൾ നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ ഒരു കുങ്കുമപ്പൂവിൻ്റെ ഒരു ചെറിയ സ്ട്രാൻഡ്സയും കൂടി ഭഗവാന് തൊട്ട് കൊടുക്കണം. അതില്ലാത്തവർ നിങ്ങൾ അരി, നമ്മുടെ പച്ചരി ഉണ്ടല്ലോ, പൊട്ടാത്ത ഒരു ബ്രോക്കൺ റൈസ് പച്ചരി എടുത്ത് അത് ആ മഞ്ഞളിൻ്റെ പുറത്തായിട്ട് തൊട്ട് കൊടുത്താൽ മതിയാവും. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ ഓം ഗം ഗണപതിയെ നമഃ എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ട് വേണം ഇത് ചൊല്ലാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ ഭഗവാന് മുൻപിലായിട്ട് 3 ദീപങ്ങളാണ് തെളിയിച്ചു വെക്കുന്നത്. ആലില ദീപം വേണം നമ്മൾ ഇവിടെ തെളിയിക്കാൻ. ആലില ഇല്ലാത്തവർ വെറുതെ മൺവിളക്കിൽ വെളിച്ചെണ്ണയൊഴിച്ച് ഭഗവാന് മുൻപിൽ ദീപം കൊളുത്തിയാൽ മതിയാവും. ആലില കിട്ടുന്നവർ ഫ്രഷ് ആയിട്ടുള്ള 3 ആലില മരത്തിൽ നിന്നും പറിച്ചെടുക്കണം. ആലിലയുടെ ആ ഒരു കൂർത്തിരിക്കുന്ന ഭാഗം, വാലുപോലെ ഇരിക്കുന്ന ഭാഗം കിഴക്കോട്ട് വരുന്ന രീതിയിലും ദീപവും കിഴക്കോട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഭഗവാന് മുൻപിൽ വെച്ച് ദീപം കൊളുത്താൻ. വെളിച്ചെണ്ണ ഒഴിച്ച് തന്നെ ദീപം കൊളുത്തണം. ദീപം കൊളുത്തിയതിന് ശേഷം അതിലേക്ക് ഓരോ പിഞ്ച് മഞ്ഞൾപ്പൊടി ഓം ഗം ഗണപതയെ നമഃ എന്നുള്ള മന്ത്രം ചൊല്ലി നമ്മൾ ഇടണം. ഇട്ടതിന് ശേഷം ആലിലയിൽ നമ്മൾ ദീപം കൊളുത്തി വെച്ചിരിക്കുന്നതിൻ്റെ അടുത്തായിട്ട് ചെറിയ പീസ് ശർക്കരയും കൂടിയിട്ട് നമ്മൾ വെക്കണം. വളരെ ചെറിയ പീസ് മതിയാവും. ഇനി ശർക്കര കിട്ടാനില്ലാത്തവർ, ശർക്കര വാങ്ങാൻ മറന്നുപോയവരോ സാധിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ പീസ് കൽക്കണ്ടം വെച്ചാലും മതിയാവും. ഇത് അന്നത്തെ ദിവസം മുഴുവൻ, അതായത് നാളെ വ്യാഴാഴ്ചത്തെ ദിവസം മുഴുവൻ അവിടെ ഇരുന്നുകൊണ്ട് പിറ്റേന്ന് വരുന്നത് വെള്ളിയാഴ്ചയാണ്. അന്ന് നിങ്ങൾ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലോ ഉറുമ്പിൻ്റെ കൂട്ടിനടുത്തോ കൊണ്ട് വെച്ചിരിക്കുക. ഉറുമ്പുകൾ എത്രമാത്രം പെട്ടെന്ന് അത് കഴിച്ചു തീർക്കുന്നു അതിനനുസരിച്ച് അത്ര പെട്ടെന്ന് നമ്മുടെ കർമ്മവിനകൾ മാറി നമ്മുടെ പ്രാർത്ഥനകൾ സാധിക്കാൻ തുടങ്ങുമെന്നാണ് അർത്ഥം. അപ്പോൾ അത് ചെയ്യണം. അതിന് ശേഷം നമ്മൾ നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന കാര്യമാണ് ഇനി പറയുന്നത്. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. കൂടെ തന്നെ നിങ്ങൾ ഇരിക്കുമ്പോൾ ഒരു ചെറിയ പേപ്പറും ഒപ്പം തന്നെ ഒരു പേനായും എടുക്കണം. യെല്ലോ കളറിലെ ഒരു പേന എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. യെല്ലോ കളർ കിട്ടാനില്ലാത്തവർ റെഡോ ബ്ലൂവോ ഗ്രീനോ എടുക്കാം. ഏറ്റവും നല്ലത് നാളത്തെ ദിവസം നമ്മൾ മഞ്ഞ കളറിലെ പേന കൊണ്ട് എഴുതുന്നതാണ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഒരുക്കി വെച്ചതിന് ശേഷം നല്ല മണമുള്ള ഒരു സാമ്പ്രാണി തിരിയും കൂടിയിട്ട് കൊളുത്തി വെക്കണം.
അതിനുശേഷം ഭഗവാന് നമ്മൾ പൂക്കൾ അല്ലെങ്കിൽ കറുകപ്പുല്ല് കിട്ടുമെങ്കിൽ 21 കറുകകൾ ഒന്നിച്ച് കൂട്ടിക്കെട്ടി ഭഗവാന് സമർപ്പിക്കാം. കറുകമാല സമർപ്പിക്കാം. ചുമന്ന കളറിലെ പൂക്കൾ, തെച്ചിപ്പൂവ്, അരളിപ്പൂവ്, ചെമ്പരത്തിപ്പൂവ്, റോസപ്പൂവ്, താമരപ്പൂവ്, അങ്ങനെ പ്രിഫറബിളി നമ്മൾ കൂടുതലും നോക്കുന്നത് ചെമ്പരത്തിപ്പൂവാണ്. 5 ഇതൾ ചെമ്പരത്തി അത് കിട്ടുമെങ്കിൽ അത് ഭഗവാന് സമർപ്പിക്കുക. സമർപ്പണ ശേഷം നമ്മൾ ചെയ്യേണ്ടത് പേപ്പർ എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ എടുത്തിരിക്കുന്ന പേപ്പർ ഒരു 3 പീസായിട്ട് നമ്മൾ മുറിച്ചെടുക്കണം. വളരെ ചെറിയ പീസല്ല, വലിയ വലുതുമല്ല, ഒരു ഇടത്തരമായിട്ടുള്ള 3 പീസ് പേപ്പർ എടുത്തിട്ട് ആദ്യത്തെ പേപ്പറിൽ നമ്മൾ എഴുതേണ്ടത് നമ്മൾക്ക് ഗ്രാറ്റിറ്റ്യൂഡാണ്. അതായത് ഇത്രയും നാളും നമുക്ക് കിട്ടിയതിനൊക്കെ നന്ദി പറയുക. ഇപ്പം നിങ്ങൾ പർട്ടിക്കുലറായിട്ട് എന്തെങ്കിലും ഒരു ആഗ്രഹം ഗണേശ ഭഗവാനോട് പ്രാർത്ഥിച്ചത് ഭഗവാൻ സാധിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ സാധിച്ചു തന്ന കാര്യത്തിന് ഞാൻ ഭഗവാനോട് നന്ദിയുള്ളവളായിരിക്കുന്നു എന്ന് എഴുതുക ആദ്യത്തെ പേപ്പറിൽ. അത് ഭഗവാന്റെ മുൻപിൽ നമ്മൾ 3 ദീപങ്ങൾ കൊളുത്തി വെച്ചിട്ടുള്ളതിൽ ആദ്യത്തെ ദീപത്തിൻ്റെ അടുത്തായിട്ട് വെക്കുക. മടക്കമൊന്നും വേണ്ട, തുറന്നു തന്നെ വെച്ചാൽ മതി. അടുത്ത രണ്ടാമത്തെ പേപ്പർ എടുക്കുക. ആ രണ്ടാമത്തെ പേപ്പറിൽ നമ്മൾ എഴുതേണ്ടത് നിങ്ങളിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന തടസ്സം എന്താണോ അത് റിമൂവ് ചെയ്ത് പോകണം, അത് മാഞ്ഞു പോകണം എന്നുള്ള രീതിയിൽ. ഇപ്പം ചിലപ്പം ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് ഇൻ്റർവ്യൂ ഒക്കെ വരെ നമ്മൾ അറ്റൻഡ് ചെയ്യും, പക്ഷേ അവസാന നിമിഷം അത് നമുക്ക് കിട്ടാതെ പോകും. അപ്പോൾ അതൊരു തടസ്സമാണല്ലോ. അപ്പോൾ ആ തടസ്സം നമ്മളിൽ നിന്ന് മാഞ്ഞു പോകണം. നിങ്ങൾക്കിപ്പോൾ എന്താണോ മാഞ്ഞു പോവേണ്ടത്, ഇല്ലാതെയായി തീരേണ്ടത്, സാധിച്ചു കിട്ടേണ്ടുന്ന ആഗ്രഹത്തിനുള്ള തടസ്സം അത് എഴുതുക. അതിപ്പം ഒന്നും തന്നെ ഇല്ല. അതായത് ഞാൻ ആദ്യത്തെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എത്രമാത്രം നന്ദിയുള്ളവളാണോ നിങ്ങൾ ഓരോ കാര്യത്തിനും, ആ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. രണ്ടാമത് തടസ്സങ്ങൾ നീങ്ങിപ്പോകേണ്ടത്, എന്തൊക്കെ കാര്യത്തിന് തടസ്സങ്ങൾ നീങ്ങിപ്പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. അതിനുശേഷം നമ്മുടെ വിഷസ്, നമുക്ക് സാധിച്ചു കിട്ടേണ്ടുന്ന ആഗ്രഹങ്ങൾ, ഒരു പരിധിയുണ്ട്, കൂടിപ്പോയാൽ ഒരു 5-6 എണ്ണം, അതിൽ കൂടുതലൊന്നും നമ്മൾ എഴുതാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആ ആഗ്രഹങ്ങൾ എഴുതുക. അപ്പോൾ ആദ്യം ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയ പേപ്പർ നമ്മൾ ആദ്യത്തെ ദീപത്തിൻ്റെ അടുത്തും, രണ്ടാമത് തടസ്സം മാറിപ്പോവാൻ നമ്മൾ എഴുതിയ പേപ്പർ രണ്ടാമത്തെ ദീപത്തിൻ്റെ അടുത്തും, നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ മൂന്നാമത്തെ ദീപത്തിൻ്റെ അടുത്തുമായിട്ട് വെക്കുന്നു. അതിനുശേഷം ദീപത്തിൻ്റെ അടുത്ത് വെച്ച പേപ്പർ നമ്മൾ കയ്യിലെടുത്ത് നമ്മുടെ വലത്തേ കയ്യിൽ പിടിച്ച് കൈകൾ അടച്ച് വെച്ചിട്ട് ഭഗവാന്റെ മന്ത്രം നമ്മൾ 11 പ്രാവശ്യം ജപിക്കണം. മന്ത്രം ഇതാണ്: ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഈ ഒരു കാര്യം നമ്മൾ 11 പ്രാവശ്യം ജപിച്ചതിന് ശേഷം ആ പേപ്പേഴ്സ് നമ്മൾ വീണ്ടും ഭഗവാന്റെ അടുത്ത് വെക്കണം. ആദ്യം നമ്മൾ വെച്ചത് ദീപങ്ങളുടെ അടുത്താണ്, അതിനുശേഷം കയ്യിലെടുത്ത് വെച്ചു 11 പ്രാവശ്യം മന്ത്രം ചൊല്ലി. അതിനുശേഷം ആ പേപ്പർ ഭഗവാന്റെ ഫോട്ടോ വിഗ്രഹം എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത്, ഇനി ഫോട്ടോയും വിഗ്രഹവും ഇല്ലാത്തവരാണെങ്കിൽ കത്തിച്ച് വെച്ചിരിക്കുന്ന ദീപത്തിൻ്റെ അടുത്തായിട്ട് വെച്ചിരിക്കുക. പിറ്റേ ദിവസം വെള്ളിയാഴ്ച അതെടുത്ത് കത്തിച്ച് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ അതിൻ്റെ ചാരം നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഒപ്പം തന്നെ നാളത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഗായത്രി മന്ത്രം ഒന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ ഇപ്പോൾ കാണാതെ അറിയാവുന്നതായിരിക്കും മിക്കവർക്കും ഈ ഒരു ഗായത്രി മന്ത്രം. ഇത് നമുക്ക് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കാം. ഇനി കാണാതെ അറിയില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്കിത് ഫോണിൽ പ്ലേ ചെയ്ത് കേൾക്കാവുന്നതാണ്. അതായത് കഴിയുന്നത്ര നമ്മൾ വെറുതെ ജോലി ചെയ്യുമ്പോഴോ യാത്രയ്ക്ക് പോകുമ്പോഴോ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മുടെ മൈൻഡിൽ മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത സമയങ്ങളിലൊക്കെ നമുക്കിത് ചാൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. ഇനി ഭഗവാന് നിവേദ്യം വെക്കുന്നത് എപ്പോഴും പറയുന്നത് പോലെ മോദകം വെക്കുന്നതാണ് നല്ലത്. 11, 21, 5 മോദകങ്ങൾ ഭഗവാന് സമർപ്പിക്കുക. ഒപ്പം തന്നെ സങ്കടനാശന ഗണപതി സ്തോത്രം അത് 3 പ്രാവശ്യമോ 5 പ്രാവശ്യമോ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ചൊല്ലാവുന്നതാണ്. ഭഗവാന്റെ അഷ്ടോത്തരം ചൊല്ലി അർച്ചന ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് തേങ്ങ സമർപ്പിക്കുന്നത് വളരെ വളരെ നല്ല കാര്യമാണ്. അതേപോലെ തേങ്ങാമാല, നമ്മുടെ നാട്ടിലത് അത്ര പ്രാബല്യത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ഇവിടെയൊക്കെ തേങ്ങാമാല ഞങ്ങളൊക്കെ ഭഗവാന് സമർപ്പിക്കാറുണ്ട്. നമ്മൾ നേരിടുന്ന എന്തൊരു പ്രശ്നവും വളരെ ക്വിക്കായിട്ടത് നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ ഭഗവാന് നിങ്ങൾക്ക് തേങ്ങ സമർപ്പിക്കാവുന്നതാണ്.
അതേപോലെ തന്നെ നാളെ വീട്ടിൽ ഭഗവാൻ അഭിഷേകം ചെയ്യുന്നവരാണെങ്കിൽ മഞ്ഞൾ അഭിഷേകം ഭഗവാന് നാളെ ചെയ്യുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ക്ഷേത്രത്തിൽ പോയി ഭഗവാന് 27 തവണ പ്രദക്ഷിണം വെക്കുന്നതും ഭഗവാന് ക്ഷേത്രത്തിൽ ഓറഞ്ച് കളറിലെ വസ്ത്രം വാങ്ങി സമർപ്പിക്കുന്നതുമൊക്കെ നല്ല കാര്യങ്ങളാണ്. പിന്നെ കിഴി കെട്ടി വെച്ചുള്ള പൂജ, അതും ഞാൻ ഓൾറെഡി നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ കഴിയുന്നതും എല്ലാവരും ഇതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.